ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് ഇതുപോലൊരു പൂജാ റൂം കാണുന്നത് എന്ത് ഐശ്വര്യമെന്നറിയാമോ? നമ്മുടെ അന്നത്തെ ദിവസം നല്ല പോസിറ്റീവായിരിക്കും കേട്ടോ. ഇതുപോലാട്ടോ ഇവിടെ രാവിലെയും വൈകിട്ടും കംപ്ലീറ്റ് വിളക്കും ഇതുപോലെ ഭഗവാനെ ഒക്കെ നല്ല അലങ്കരിച്ച് വയ്ക്കുവേ. ഇവിടെ പൂക്കളൊന്നും മുറ്റത്തില്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും ഇതുപോലെ പൂ വാങ്ങിക്കും കേട്ടോ. ഇല്ല, കൊങ്ങിണിയൊക്കെ ഇല്ലേ, അതാ ഇവിടെ ഭഗവാന് സ്ഥിരമായിട്ട് മാല കിട്ടും ഇതുപോലെ ഭഗവാനെ അലങ്കരിക്കാനും ഒക്കെ വെക്കുന്നത്. ഇതിവിടെ രാവിലെയും വൈകിട്ടും ചെയ്യാറുണ്ട്. ലക്കിയും പപ്പും കൂടെ കിച്ചണിലാണ് കേട്ടോ. തകർത്ത് ചപ്പാത്തി ചുടലാണ്. രണ്ടുപേരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവിലും ഓരോ രീതിയിലും ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് കൊണ്ടുതരുക, എന്നെ തീറ്റിപ്പിക്കാൻ കൊണ്ടുപോകാട്ടോ. അതിന് കെച്ചപ്പ് മതിയെന്ന്. ഇവർ കറിയൊന്നും കഴിക്കുന്ന ഞാൻ കാണുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് പപ്പു ആണെങ്കിൽ എരിയുള്ള ഒരു കാര്യങ്ങളും കഴിക്കത്തില്ല. ലക്കിക്ക് കുഴപ്പമില്ല കേട്ടോ. അവന് ഇതുപോലെ എന്തെരിയുള്ള സാധനങ്ങളും കഴിച്ചോളും. അവനും ഇവിടെ വന്നിട്ട് കെച്ചപ്പൊക്കെ തൊട്ട് കഴിക്കൽ തുടങ്ങി കേട്ടോ. ഇവരുടെ സിറ്റൗട്ടിലിരുന്ന കാണുന്ന കാഴ്ചയാട്ടോ. അടുത്തുകൂടി ഇങ്ങനെ ട്രെയിൻ പോവും. അതിൻ്റെ ഈ നമ്മൾ ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതും ഒരു ഡിസ്റ്റർബ് ആട്ടോ. ഭയങ്കര സൗണ്ടാണ്. ഇവിടെ സൈഡിലാട്ടേ ഒരു വലിയ ഒരു വേപ്പുണ്ട് കേട്ടോ. പിന്നെ അതിൽ കൂടെ ഒരു പിച്ചി ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ സിറ്റൗട്ടിൽ രാത്രിയും നമ്മളിങ്ങനെ വൈകിട്ടുമൊക്കെ വന്നിരിക്കുമ്പോൾ ആ ഒരു മണം കേട്ടോ, വല്ലാത്തൊരു ഫീലിംഗാണ്. ഈ ഒരു ഭാഗത്തിരിക്കുമ്പോൾ നല്ല രസമാണ്. ഇവിടെ പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ചൂടൊന്നും വലുതായിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഈ ഒരു മരം നിൽക്കുന്നതുകൊണ്ടായിരിക്കുമേ നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ആട്ടോ. ഇവിടെ ഒരു സമയത്ത് ഈ സിറ്റൗട്ട് നിറയെ ചെടികളായിരുന്നു കേട്ടോ. അതൊക്കെ ചേച്ചിയുടെ ചെടികളായിരുന്നേ. ഫ്ലാറ്റിലോട്ട് മാറിയതോടുകൂടിയേ ആ ചെടിയൊന്നും നോക്കാൻ ആളില്ലാതെ അതെല്ലാം നശിച്ചു പോയി. ഒരുപാടൊരു ചെടികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് ഇവിടെ ഒരു പ്ലാന്റ് നഴ്സറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെടികളും സംഭവങ്ങളും ഒക്കെ ഇവിടെ മുകളിൽ കുറച്ചിരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പം കുറച്ചേ ഉള്ളൂ ചെടികൾ. കുറേ നാൾ മുന്നേ ഞാനിവിടെ വരുമ്പോഴേ ഈ സിറ്റ് ഔട്ടൊന്ന് കാണണമായിരുന്നു കേട്ടോ. നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ സ്ഥലമില്ലായിരുന്നു. കംപ്ലീറ്റ് ചെടികളായിരുന്നേ. ഞാൻ തന്നെ ഒരുപാട് വെറൈറ്റി ചെടികൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മറ്റേ ജെഡ് പ്ലാന്റൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ചേച്ചി തന്നതാട്ടോ. ഇവിടെ ചേച്ചിയുടെ അടുത്ത് ഇലച്ചെടികളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ജെഡ് പ്ലാന്റും അത് കണക്കുള്ള CC പ്ലാന്റിൻ്റെയൊക്കെ ഒരുപാട് പോട്ടുകളും സംഭവങ്ങളും ആയിരുന്നു ചേച്ചിയുടെ കയ്യിൽ. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു സാധനവും ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് ചേച്ചി അങ്ങ് ഫ്ലാറ്റിൽ പോയപ്പോൾ അവിടെ കൊണ്ടുപോയേ. അവിടെ ചേച്ചി ബിസി കാരണം അവിടുത്തെ ആ കൊണ്ടുപോയ ചെടിയൊക്കെ വെള്ളം ഒഴിക്കാൻ കൂടി സമയമില്ലാണ്ടായിപ്പോയി. അതും ഇപ്പോൾ ഒരുമാതിരി എല്ലാം കരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ വൈകിട്ട് വിട്ടിരുന്നപ്പം പിസ്സ ഓർഡർ ചെയ്ത് കേട്ടോ. ഇതിലാണേലേ ചിക്കനുണ്ട്, കംപ്ലീറ്റ് വെജിറ്റബിൾ ഉണ്ട്, ഫുള്ള് മിക്സ് ആയിട്ടുള്ളൊരു പിസ്സ കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നേ. എല്ലാം വെറൈറ്റി ടേസ്റ്റുകളായിരുന്നു ഈ പിസ്സയിൽ. സോയാ ചങ്ക്സ്, മഷ്റൂം, പനീർ, പിന്നെ അതുപോലെ വെറൈറ്റി ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ ലക്കിയും പപ്പുമൊക്കെ ഇരുന്ന് എൻ്റെ അകത്തുനിന്ന് തിരഞ്ഞെടുക്കുമായിരുന്നു. അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം പറക്കി കഴിക്കുമായിരുന്നു. ഓരോ പിസ്സയ്ക്കും സെപ്പറേറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല രസമുണ്ടായിരുന്നു, പല രുചികൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടേ പപ്പുവും ആളും കൂടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണേ. പപ്പു പോണത് കണ്ടപ്പോൾ ഒരുപാട് വിഷമമായേ. പോണത് ബർത്ത്ഡേ പാർട്ടിക്കും കൂടെ അല്ലേ, അതിൻ്റെ ഒരു സങ്കടം ലക്കിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ടാറ്റയൊന്നും കൊടുത്തില്ല. പിന്നെ ഞങ്ങളോടും കുറേ നേരം മിണ്ടിയില്ല കേട്ടോ. പിന്നെ ഒന്ന് പറയുക, ഇനിയിപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ എന്തായാലും പപ്പുവിനെ കൊണ്ടുപോകത്തില്ലെന്ന്. ഈ ബർത്ത്ഡേ പാർട്ടിക്ക് പോണത് ലക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കേക്കും മറ്റേ ഡെക്കറേഷനൊക്കെ ഇല്ലേ, അതൊക്കെ കാണാൻ ആൾക്കിഷ്ടം. ഞങ്ങളിവിടെ നിൽക്കുന്ന സ്ഥലത്തില്ലേ എല്ലാം ഒരു മാസത്തിൽ ഒരു 4-5 ബെഡ് എന്തായാലും കാണും കേട്ടോ. അവിടെല്ലാം ഈ ലക്കിയുടെ പ്രായമുള്ള കുട്ടികളുമാണ്. അവിടെ ചെല്ലുമ്പോൾ കളിയും ബഹളമൊക്കെ തന്നെ. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ പപ്പു പോയി അവിടെ എൻജോയ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരു സങ്കടം. പിന്നെ ഞങ്ങൾ മാളുമൊക്കെ വന്ന ശേഷമേ ഇങ്ങ് ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് വന്നേ. ഇവിടെ ഇവർക്ക് ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബഹളം തന്നെ 2 പേരും കൂടെ. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് കറക്കം തന്നെ ആയിരുന്നേ. മാളും ഞങ്ങളുടെ കൂടെ വന്നായിരുന്നല്ലോ. അങ്ങനെ അവളുടെ ഓഫീസ് വർക്കുകളൊക്കെ ഒരുപാട് പെൻഡിങ് ആയിന്ന്. ഇനിയിപ്പോൾ ഒരു 1.5 മണി വരെ ഇരുന്ന് ചെയ്യാനുള്ളതുണ്ട് എന്ന്. അതിനുള്ള സാധനങ്ങളൊക്കെ ബാഗിലെടുത്തിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു സിനിമ ഇട്ട് തന്നേ. ഞങ്ങളും അവിടെ നിന്ന് കുറേ നേരം കണ്ടു കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങി. അവളൊരു 2 മണിയായി കാണും അവളുടെ ജോലിയൊക്കെ തീർത്തിട്ട് കിടന്നപ്പം. ചേച്ചി വന്നില്ലായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല എന്ന്. വിനുവിന് പ്രശ്നമല്ല, വിനുവിന് ഫോണിലായാലും ജോലി നടന്നോളൂ എന്ന്.
അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 2 ദിവസം മുന്നേ വരാനിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ നാട് വന്നു മിന്നിയെ എൻ്റെ ചെടിച്ചട്ടി ഒന്നെടുത്ത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അതും മറ്റേ ആ ബോൺസായി ചട്ടിയില്ലേ, അതിനിപ്പം മണ്ണ് ഇടുന്നതിന് മുന്നേ നല്ല ഭാരം ഉണ്ടായിരുന്നു. ഇതിപ്പം മണ്ണിട്ട് മറ്റേ എൻ്റെ അടീനിയും വെച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നെടുത്ത് മാറ്റി വെച്ചതാണേ. അങ്ങനെ നടുവൊന്നു മിന്നി. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വന്ന 2 ദിവസം അതുകൊണ്ട് പെൻഡിങ് ആയി. ഇല്ലെങ്കിൽ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് വന്നനെ. അപ്പോൾ ഇവർക്കൊക്കെ ഞായറും ശനിയും അവധിയാണല്ലോ. അങ്ങനെ ആ ഒരു ടൈം നോക്കിയായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തത്. ഇവിടെ പപ്പുവൊക്കെ ഒരു 12 മണി കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങുള്ളൂ കേട്ടോ. അതുവരെ ഇതുപോലെ ഡാൻസും പാട്ടും ഒക്കെ തന്നെയാണ്. പക്ഷേ ലക്കി അങ്ങനല്ലേ, ഒരു 10:30 മണിയാകുമ്പോൾ അവൻ ഉറങ്ങിയിരിക്കും. അവനാണെന്നില്ലേ സ്കൂൾ ബസ് രാവിലെ 7 മണിക്ക് വരും കേട്ടോ. അപ്പോൾ ഒരു 5:45 ആകുമ്പോൾ ഞാനവനെ വിളിച്ചുണർത്തുവേ. ആ ഒരു സമയത്ത് വിളിച്ചുണർത്തിയാലേ 7 മണിക്കുള്ള ബസ്സിൽ പോകത്തുള്ളൂ. അപ്പോൾ അവൻ്റെ ടൈമൊക്കെ ഇങ്ങനെയാണ്. അവൻ നാട്ടിൽ ചെല്ലുന്ന ടൈമിലും ഈ ഒരു 10:30 സമയത്ത് അവൻ ഉറങ്ങിയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊക്കെ അങ്ങ് മാറി. ഇവിടെ പപ്പുവിൻ്റെ കൂടെ കളിച്ച് അവനും ഇപ്പോൾ 12 മണിയൊന്നോ 1 മണിയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. നിങ്ങളിടുന്ന ഓരോ കമൻറ്റുകളും എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ വായിക്കാൻ. ഇനി ഇതുപോലെ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ.